ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ആദ്യത്തെ എഡിറ്റോറിയൽ പ്രൈവറ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ കണ്ടന്റ് എന്നുള്ള എഡിറ്റോറിയലല്ല. ഇത് ഈ സെയിം ഇതിനകത്തുള്ള എല്ലാ കണ്ടന്റും ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു വലിയ ആർട്ടിക്കിൾ ആയിട്ട് ഡേ ബിഫോർ യെസ്റ്റർഡേ ഇത് ഹിന്ദുവിലുണ്ടായിരുന്നു. അന്ന് ഞാൻ പറയും ചെയ്തു ഇതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഇപ്പോഴേ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇതിന്റെ ഫൈനൽ ഡീറ്റെയിൽസ് ഇതുവരെയ്ക്കും വെളി വന്നിട്ടില്ല. ഈ ഹിന്ദു ഇത്രയും എഡിറ്റോറിയലൊക്കെ എഴുതി വളരെ കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ട് അവരുടെ ഒരു വെപ്രാളത്തിൽ നിന്നാണെന്ന് ഈ എഡിറ്റോറിയൽ വന്നത്. അതിനു മുമ്പേ ഈ എഡിറ്റോറിയൽ കാര്യം ഇതിന്റെ ഡീറ്റെയിൽസ് പോലും നമുക്ക് ഔട്ടായിട്ടില്ല. അപ്പം പക്ഷെ അവർ പറയുന്നത് മെയിൻലി ഒരു കാര്യമാണ് ഈ എഡിറ്റോറിയൽ, അത് ഞാൻ പറയാം. ഇത് എന്തിനാണ് കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യായിരുന്നു ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബിൽ 2023. അപ്പം ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ 2023 എന്നാണ് അതിന്റെ പുതിയ പേര്, ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ 2023. ഇത് ആദ്യം 2023 അല്ല 2024. ഇപ്പൊ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ 2024 ആണ്. ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ 2024. ഈ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബിൽ 2023 എന്ന് പറഞ്ഞാണ് ഇവര് ആദ്യം ഒരു ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്തായിരുന്നു. ആ ഡ്രാഫ്റ്റിന് പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് വയ്ക്കുകയും പബ്ലിക് ഒപ്പീനിയൻ അതിന്റെ എടുക്കുകയും ഒക്കെ ചെയ്തു. ആ പബ്ലിക് ഒപ്പീനിയന്റെ ഔട്ട്കം എന്താണെന്ന് അവർ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിനുശേഷം പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്. 2023 എൻഡിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയൊരു ഗവൺമെന്റ്, മോഡിയുടെ തന്നെയാണെങ്കിലും, വീണ്ടും അധികാരത്തിൽ വരികയാണ്. അപ്പോ അവര് ഈ ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ 2023 എന്നുള്ള പേരില് 2024 എന്നുള്ള പേരില് എനിക്കത് കുറച്ചുകൂടെ അഡീഷൻസ് ഡിലീഷൻസ് ഒക്കെ നടത്തി കാണും നേരത്തെ ഉണ്ടായിരുന്ന ഡ്രാഫ്റ്റില് പബ്ലിക് ഒപ്പീനിയന്റെ ഒക്കെ ബേസിൽ. എന്നിട്ട് പക്ഷെ അവരൊരു പരിപാടി ചെയ്തു. എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കൊടുത്തു. പക്ഷെ ആ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ സെലക്ട് ഗ്രൂപ്പ് ഓഫ് മീഡിയാസിന് മാത്രമാണ് കൊടുത്തത്. അല്ലാതെ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ വച്ചില്ല. അതാണ് ഈ വിമർശനത്തിന് കാരണമായത്. ആദ്യം ഒരു പബ്ലിക് കൺസൾട്ടേഷൻ വച്ചായിരുന്നു, ഇപ്പോഴത്തെ പുതിയത് പബ്ലിക് കൺസൾട്ടേഷന് വച്ചില്ല. എന്നൊരു സെലക്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൊടുക്കുന്ന വാട്ടർ മാർക്കഡ് കണ്ടന്റാണ് കൊടുത്തത്, വാട്ടർ മാർക്കഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ അവർ ലീക്ക് ചെയ്താൽ ഗവൺമെന്റിന് ഇത് അറിയാൻ പറ്റും. മനസ്സിലാവും. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ വാട്ടർ മാർക്കിങ്ങില കൊടുത്തത്. അപ്പം ആരുടെ കയ്യിൽ നിന്നാണ് ലീക്ക് ചെയ്തെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒരു രീതിയിൽ ലീക്ക് പോലും ചേരുന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നത് ഈ മോഡിയുടെ തന്നെ ഗവൺമെന്റ് 2014 പ്രീ ലെജിസ്ലേറ്റീവ് കൺസൾട്ടേഷൻ പോളിസി എന്ന് പറയുന്ന പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രീ ലെജിസ്ലേറ്റീവ് കൺസൾട്ടേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ലെജിസ്ലേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് പ്രീ ലെജിസ്ലേറ്റീവ് കൺസൾട്ടേഷൻ, അതായത് പബ്ലിക് ഒപ്പീനിയൻ തേടണം. അത് അവർ തന്നെ കൊണ്ടുവന്ന പരിപാടി, അങ്ങനെ തേടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ആ കാര്യത്തിൽ കുറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഒരു രഹസ്യാത്മകമായിട്ട് പല ബില്ലുകളും നടപ്പാക്കുന്നു. ഇവര് പറയുന്നത് ഓൾറെഡി മീഡിയ, എസ്പെഷ്യലി ഡിജിറ്റൽ മീഡിയ ആയിട്ട് ഉള്ള കമ്പയറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അതിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം എന്നെയൊക്കെ പോലുള്ള ഓൺലൈൻ ക്രിയേറ്റേഴ്സ് ആവും. നമ്മൾ സത്യത്തിൽ ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് പലപ്പോഴും. ഞാൻ എൻ്റെ മറ്റേ ചാനലിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. അപ്പോൾ OTT പ്ലാറ്റ്ഫോംസ്, അതിൽ തന്നെയുള്ള ചെറിയ ചെറിയ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അവരുടെ റൈറ്റ് ടു ഒപ്പീനിയനിൽ കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനും ഓൾറെഡി തന്നെ IT റൂൾസ് 2021 വഴി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. IT റൂൾസ് അത് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് IT റൂൾസ് 2021. അതിന്റെ കൂടെ ഈ പറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ 2023 കൂടെ വരുമ്പോൾ അതിൽ കൂടുതൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് ഈ ഇൻഫർമേഷൻ ഡിസമിനേഷൻ ത്രൂ സോഷ്യൽ മീഡിയയെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെലക്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള നടപടിയാണ്. കാര്യം അവരുടെ ഫീഡ്ബാക്ക് നേടാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, തെറ്റല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓൺലൈൻ ക്രിയേറ്റേഴ്സ് അഫക്റ്റഡ് ആണ്. അതുപോലെ മീഡിയ ഇൻഡസ്ട്രിയുടെ ലാർജ് പാർട്ടും ഇതിൽ അഫക്റ്റഡ് ആവുന്ന ഈ നിയമങ്ങൾ കൊണ്ട് അഫക്റ്റഡ് ആവുന്നതാണ്. ആ നിയമങ്ങൾ ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും. അതുപോലെ സിവിൽ സൊസൈറ്റി, ഇവരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അവരുടെയൊക്കെ ഒപ്പീനിയൻ ഗവൺമെന്റ് തേടേണ്ടതാണ്. അപ്പം എന്തായാലും ഇത്തരത്തില് നിയമങ്ങൾ പാസ്സാക്കി എടുക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പക്ഷെ ഇത്തരത്തിൽ നിയമങ്ങൾ പാസ്സാക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോ ഡ്രാഫ്റ്റേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഡ്രാഫ്റ്റ് ഇതിന്റെ ബേസിൽ ഇപ്പൊ അവര് ഒരു ഡ്രാഫ്റ്റ് നിയമം ഉണ്ടാക്കി പാർലമെന്റ് അവതരിപ്പിക്കണ്ടേ? പാർലമെന്റ് അവതരിപ്പിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാവണ്ടേ? ലോക്സഭയിൽ പോലും ഇപ്പൊ പാസ്സാവാൻ ഗവൺമെന്റ് കുറച്ച് പാടാണ്. കാര്യം ഇപ്പൊ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഒന്നുമില്ല, കുറച്ച് അലയൻസ് പാർട്ട്നേഴ്സിന്റെ ഇതിലാണ് BJP ഭരിക്കുന്നത്. അപ്പം രാജ്യസഭയിൽ
കുറച്ച് റെസിസ്റ്റൻസസ് നേരിടാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഈ പ്രീ ലെജിസ്ലേറ്റീവ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു പോളിസി ആയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഈ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാത്തിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അല്ലാതെ കുറച്ച് സെലക്ട് വലിയ മീഡിയ ഗ്രൂപ്പ്സിനോ അങ്ങനെ മാത്രം ഷെയർ ചെയ്തിട്ട് അവര് അഭിപ്രായം തേടിയിട്ട് ഇത്തരത്തിലൊരു നിയമം നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിലെ തെറ്റാണ് ഈ എഡിറ്റോറിയൽ അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ കണ്ടസ്റ്റഡ് ഹാർവസ്റ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇത് എന്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറയാം. ഇത് നമ്മളെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും ചെറിയ അറിവെങ്കിലും ഉണ്ടായിരിക്കും. GM ക്രോപ്സ്. ഇന്ത്യയിൽ GM ക്രോപ്സിൽ ആകെപ്പാടെ അലൗ ചെയ്തിട്ടുള്ളത് കോട്ടൺ മാത്രമാണ്. ആ കോട്ടൺ വെറൈറ്റി ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ വെറൈറ്റി ഹൈ ഈൽഡ് തന്നു. അപ്പോൾ ഇന്ത്യയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചേഴ്സ് മനുഷ്യന്റെ കൺസംഷന് വേണ്ടിയിട്ടുള്ള കോട്ടൺ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനമല്ല, മനുഷ്യന്റെ കൺസംഷന് വേണ്ടിയിട്ടുള്ള റൈസ്, വീറ്റ്, ടൊമാറ്റോ, ബ്രിഞ്ചാൽ, മസ്റ്റാർഡ് ഇതിന്റെയൊക്കെയും GM വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വ്യാപൃതരായി. അപ്പൊ ഈ ഇടയ്ക്ക് GM മസ്റ്റാർഡ് ഇന്ത്യയില് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ അനുവദിക്കാൻ GEAC തീരുമാനിച്ചു. GEAC എന്ന് പറഞ്ഞാല് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. GEAC ഇന്ത്യയിൽ വേണമെങ്കിൽ ഈ ബയോടെക്നോളജി ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലെ ഒരു റെഗുലേറ്റർ എന്നാണെങ്കിൽ പറയാം. GEAC ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി അവർ തീരുമാനിച്ചു. അത് തീരുമാനിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹാർവെസ്റ്റിങ്ങിന് കൾട്ടിവേഷന് പിന്നീട് ഈ പിന്നീട് ഞാൻ പറഞ്ഞ മസ്റ്റാർഡ് GM മസ്റ്റാർഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരേ ഒരു സാധനം ഇന്ത്യയിൽ പിന്നീട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വെറൈറ്റി അനുവദിച്ചത് അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റേ കോട്ടൺ ആണ് ആദ്യം അനുവദിച്ചത്. അപ്പം അത് അനുവദിക്കാൻ കാരണം ഇത് ഇവിടെ പറയുന്നുണ്ട്. DMH11 എന്ന് പറയുന്ന വെറൈറ്റിയാണ്, ദാര മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 എന്ന് പറയുന്ന വെറൈറ്റി. ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ജീൻ മ്യൂട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ അത്രത്തോളം നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അത് മാത്രമല്ല, ഈ ക്രോപ്പ് നമുക്ക് നമ്മളുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ സ്യൂട്ടബിൾ ആണെന്ന് കണ്ടെത്തി. അതുപോലെ പ്രൈവറ്റ് സീഡ് ഉണ്ടാക്കുന്ന കമ്പനീസിന് ഇതിൽ കൂടുതൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കിയാൽ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരെല്ലാം അതിൽ എൻഗേജ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇന്ത്യയിൽ ഒരു പുതിയ ക്രോപ്പ് അപ്രൂവ് ചെയ്യപ്പെടണമെങ്കിൽ, ഇന്ത്യയുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിലേക്ക് അത് അഡോപ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഒരു മൂന്നോളം സീസൺസിൽ തുടർച്ചയായിട്ട് ഡിഫറെന്റ് അഗ്രോ ക്ലൈമാറ്റിക് സോൺസിൽ ഇതിനെ അവര് സോ ചെയ്യണം. എന്നിട്ട് ഇപ്പോഴത്തെ ഉള്ള പിന്നീട് കമ്പാരറ്റേഴ്സിനെക്കാളും കൺസിസ്റ്റന്റ് ആയിട്ട് ബെറ്റർ പെർഫോമൻസ് അത് കാഴ്ചവെക്കണം ആ ഒരു സീഡ്. അപ്പൊ ഈ ട്രയൽസ് ഒക്കെ കഴിഞ്ഞ 3 വർഷമായിട്ട് ICAR നടത്തുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അവരാണ് നടത്തേണ്ടത്, അവർ നടത്തി. അപ്പൊ DMH11 എന്ന് പറയുന്ന ഈ മസ്റ്റാർഡ് വെറൈറ്റി ആ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ടാണ് GEAC, ഇത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് GEAC. ഞാൻ പറഞ്ഞു ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അവർ ഒക്ടോബർ 2022 ഇന്ത്യയില് ഇത് ചില ടെസ്റ്റുകളിലൂടെ നടത്തിയതിനു ശേഷം ഇത് ഉപയോഗിക്കാൻ GM മസ്റ്റാർഡ് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തു. അപ്പം ഇതിന്റെ വിമർശകർ പറയുന്നത് ഇതില് ഇപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലേ, അപ്പൊ അതിൽ ഉപയോഗിച്ചേക്കുന്ന കോഡിംഗ് എന്ന് പറയുന്നത് ജനറ്റിക് ആയിട്ട് മ്യൂട്ടേഷൻ വരുത്തിയ കോഡിംഗ് എന്ന് പറയുന്നത് ഫാമേഴ്സിന് ചില തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന രീതിയിലാണ്. ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കോൺസിക്വൻസസും ഉണ്ടാവുന്നു എന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. അപ്പോ ഇതിന്റെ ഡെവലപ്പേഴ്സ് ഈ കാര്യത്തിൽ ട്രാൻസ്പെറന്റ് അല്ല, അവരിത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അപ്രൂവലൊക്കെ GEACയുടെ കയ്യിൽ നിന്ന് നേടിയെന്നാണ് പറയപ്പെടുന്നത്, ഇതിന് വിമർശകർ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അരുണ റോഡ്രിക്സ് എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റും അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ജീൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇതിനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നേക്കുന്നത്.
സുപ്രീം കോടതിയിൽ ഇത് 2 പേര് ചേർന്ന ഒരു ബെഞ്ചാണ് കേട്ടത് ഇതിന്റെ വാദം. ഒന്ന് നാഗരത്ന എന്ന് പറയുന്ന നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ജഡ്ജായിരിക്കും. രണ്ടാമത് കാരോൾ എന്ന് പറയുന്ന രണ്ടാമതൊരു ജസ്റ്റിസും. ഇതില് നാഗരത്ന GESC ഇത് അപ്രൂവൽ കൊടുത്തപ്പോ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്ന പറയുന്നത്. അതില് ആ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഓർഗാനിസമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഈ നമ്മളുടെ സീഡ്സോ ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ടെക്നോളജിയെ മോഡിഫൈ ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇതുമൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്യണമെന്ന്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് BV നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവം GESC ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി വയലേറ്റ് ചെയ്തു. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു കൾട്ടിവേറ്റ് എന്നൊരു ഇത് അവര് പറഞ്ഞു. അതേസമയത്ത് ജസ്റ്റിസ് കാരോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇതുവരെ ഫോളോ ചെയ്ത പ്രൊസീജിയേഴ്സിൽ എല്ലാം. അതുകൊണ്ട് GESC ചെയ്തതിൽ ഒരു തെറ്റും അദ്ദേഹം കണ്ടെത്തിയില്ല. അപ്പൊ ഇതെന്താണ്, 2 ജഡ്ജ് ബെഞ്ചാണ്, സ്പ്ലിറ്റ് വെർഡിക്റ്റ് വന്നു. 3 ജഡ്ജ് ബെഞ്ചായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, സ്പ്ലിറ്റ് വെർഡിക്റ്റ് വരത്തില്ല. കാര്യം 2 പേര് അനുകൂലിച്ച് ഒരാൾ പ്രതികൂലിക്കുകയോ അല്ലെങ്കിൽ 2 പേര് പ്രതികൂലിച്ച് ഒരാൾ അനുകൂലിക്കുകയോ there will be a decision. But this is a 2 judge bench, so a split verdict was given by them. So ഇതിനെ ഒരു ലാർജർ ബെഞ്ചിലേക്ക് അവര് ട്രാൻസ്ഫർ ചെയ്യും ചെയ്തു ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി, നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള. അപ്പം അവിടെ നിന്നാണ് ഈ ഫൈനൽ ഔട്ട്കം വരാൻ പോകുന്നത്. അപ്പൊ ഫൈനലി എന്താ ഇത് GESCയുടെ റെക്കമെൻഡേഷൻ ഹോൾഡ് ചെയ്യോ എന്നുള്ള കാര്യം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പുതിയ ലാർജർ ബെഞ്ച് അതിന്റെ ഡിസിഷൻ പറയും. അപ്പൊ ഇതിൽ ഇതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് പറഞ്ഞേക്കുന്നത്, ഈ ജഡ്ജിമാര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ GM ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോളിസി ഇവോൾവ് ചെയ്യിക്കാൻ പറഞ്ഞേക്കാണ്. അങ്ങനൊരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയിൽ എപ്പോഴും നമ്മൾ ഈ GM ക്രോപ്സിനെതിരെയുള്ള ഒരു ഐഡിയോളജിക്കൽ ഒപ്പോസിഷനാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ ബംഗ്ലാദേശിൽ ഓൾറെഡി GM റൈസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. GM റൈസ് അതാണല്ലോ ഒരു സ്റ്റേപ്പിൾ ഫുഡ് ബംഗ്ലാദേശികളുടെ ഇന്ത്യക്കാരുടെ, അത് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നീട് മസ്റ്റാർഡ്. അപ്പൊ ഇതൊരു ഐഡിയോളജിക്കൽ ഒപ്പോസിഷനാണ്. കാരണം എന്ന് വെച്ചാല് നമ്മളെപ്പോഴും ഫാം എക്കണോമിക്സും അതുപോലെ ഇതിന്റെ അഗ്രികൾച്ചറൽ ഈൽഡും ഒക്കെ നോക്കിയാണ് നമ്മളെപ്പോഴും ഒരു സീഡിന്റെ പിന്നീട് എക്കണോമിക് വയബിലിറ്റി ഒക്കെ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഈ GM സീഡ്സ്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത ഈ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് മസ്റ്റാർഡ്, അതായത് DMH11 എന്ന് പറയുന്ന സംഭവം, അത് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഐഡിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കാണ് ഇതിന് ആൾക്കാർ ഒപ്പോസ് ചെയ്യുന്നത്. അതായത് ഇത് ഇക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണല്ലോ ഇതിന്റെ മെയിൻ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മള് സുപ്രീം കോടതിയുടെ ലാർജർ ബെഞ്ച് ഇതിലൊരു തീരുമാനം എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി ഫാമേഴ്സിന് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റുകളും കൂടെ ആലോചിച്ച് വേണം ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. അതായത് ഇക്കോളജിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത രീതിയിൽ. അത് അങ്ങനെയാണ് എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ എഡിറ്റോറിയൽ അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ ഓടിച്ചെന്ന് പറയാം. വേർഡിക്റ്റ് ഓൺ ദ മണി ബിൽ ദാറ്റ് ഇന്ത്യ എവൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ഇപ്പൊ മണി ബില്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 110-ലാണ് മണി ബിൽസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. മണി ബിൽസിന്റെ പ്രത്യേകതയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണി ബിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ലോക്സഭയിലെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്സഭയുടെ ബില്ലായിരിക്കും എപ്പോഴും മണി ബില്ലിന്റെ കാര്യത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. ബിക്കോസ് മണി ബിൽ എന്ന് പറയുന്ന സംഭവം ലോക്സഭയിൽ മാത്രം പാസ്സായാൽ മതി. ആഫ്റ്റർ passing of that money bill in Lok Sabha, they will transfer that bill to Rajya Sabha for their opinion. അപ്പോൾ രാജ്യസഭയ്ക്കും പാസ് ചെയ്യായത്, even if they are not passing that money bill, then also it will be deemed as passed by രാജ്യസഭ after lapsing of 14 days. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് പവർ ഒന്നുമില്ല മണി ബില്ലിന്റെ കേസിൽ. അവരിത് പാസ്സാക്കിയില്ലെങ്കിലും ഇനി അവരെന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊടുത്താലും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ ലോക്സഭയ്ക്ക് ഇത് ബൈൻഡിങ് അല്ല. 14 days കഴിയുമ്പം അത് രാജ്യസഭ പാസ്സാക്കിയതായിട്ട് കണക്ക് കൂട്ടും. അപ്പൊ അതുകൊണ്ട് ലോക്സഭയുടെ ഒരു ബില്ല് മാത്രമേ മണി ബില്ലിന്റെ കാര്യത്തിൽ നടക്കുകയുള്ളൂ. അപ്പൊ ആർട്ടിക്കിൾ 110-ലാണ് ഈ മണി ബില്ലിനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. ഇപ്പൊ വിവാദമാകാൻ കാരണം ഒരു ബില്ലിനെ മണി ബില്ലെന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കറാണ് ഒരു ബില്ലിനെ മണി ബില്ലെന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഫിനാൻസ് ആക്ട് 2017, ഫിനാൻസ് ആക്ട് 2019, ആധാർ ആക്ട്, അതുപോലെ അങ്ങനെ കുറെ ആക്ടുകൾ, ആധാർ ആക്ട് 2016 ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഇതൊക്കെ മണി ബില്ലായിട്ട് സ്പീക്കർ ക്ലാസിഫൈ ചെയ്യുകയും അത് ലോക്സഭയിൽ പാസ്സാക്കി എടുത്തിട്ട് രാജ്യസഭയെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുമല്ലോ മണി ബില്ല് ഉപയോഗിച്ച്. കാര്യം രാജ്യസഭയ്ക്ക് അവിടെ പ്രത്യേക റോളൊന്നുമില്ല.
അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫിനാൻസ് ആക്ട് 2017, ഫിനാൻസ് ആക്ട് 2019, ആധാർ ആക്ട് 2016 ഇതെല്ലാം മണി ബില്ലാണെന്ന് സ്പീക്കർ ക്ലാസിഫൈ ചെയ്തു. ലോക്സഭ സ്പീക്കറിനാണുള്ള പവർ ഉള്ളത്. അപ്പം അങ്ങനെ ക്ലാസിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭയിൽ ഇത് പാസ്സായി, രാജ്യസഭയെ അവർ ബൈപ്പാസ് ചെയ്തു. അപ്പൊ ഇതിൽ ചില പ്രശ്നങ്ങൾ, അപ്പൊ ഇതില് മണി ബിൽ എന്ന ആണ് ഫിനാൻസ് ആക്ട് 2017 ക്ലാസിഫൈ ചെയ്തതെങ്കിലും അതിനെ മണി ബില്ലായിട്ട് കണക്കൂട്ടാൻ പറ്റാത്ത ചില പ്രൊവിഷൻസ്, അത് ഞാൻ ഇപ്പൊ പറയാത്, അതിലുണ്ടെന്നുള്ള പേരിൽ പല ആൾക്കാർ കേസിന് പോയി. അപ്പൊ ആ കേസിലും സുപ്രീം കോടതി ഗവൺമെന്റ് അനുകൂലമായിട്ടൊക്കെ വിധിച്ചത്. പക്ഷെ ഇപ്പൊ പുതിയ ഒരു കേസിൽ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇങ്ങനെ മണി ബില്ലായിട്ട് പല ബില്ലുകളും പാസ്സാക്കിയെടുത്ത് രാജ്യസഭയെ ബൈപ്പാസ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കാര്യം റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിക്കിൾ. അപ്പൊ ഇതാണ് എന്റെ കണ്ടന്റ്, ഇത് തന്നെയാണ് എന്റെ അത് പറഞ്ഞേക്കുന്നത്. അപ്പോ സുപ്രീം കോടതി അങ്ങനെ എടുത്ത തീരുമാനത്തിനെ കുറിച്ചാണ് ആദ്യത്തെ പാരഗ്രാഫുകളിൽ പറയുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നവംബർ 2019 റോജർ മാത്യു വേഴ്സസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കേസ് വന്നു. ആ കേസിൽ ഫിനാൻസ് ആക്ട് 2017 ആണ് ചലഞ്ച് ചെയ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു ഫിനാൻസ് ആക്ട് 2017 മണി ബില്ലായിട്ടാണ് പാസ്സാക്കിയത്. പക്ഷെ നോർമലി നോക്കുമ്പോൾ ഫിനാൻസ് ആക്ട് 2017 ഒബ്വിയസ്ലി മണി ബില്ലെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഇതിൽ മണി ബില്ലിന്റെ പ്രൊവിഷൻസിന്റെ അകത്ത് വരാത്തത് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ 26ഓളം ട്രിബ്യൂണൽസിന്റെ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് ഉണ്ടായിരുന്നത് മാറ്റിമറിച്ചു ഈ ഒരു ബില്ല് ഉപയോഗിച്ച്. അതുപോലെ ഇതില് ട്രിബ്യൂണൽസിൽ എപ്പോഴും ജഡ്ജിമാരായിരിക്കുമല്ലോ, അത് സ്പെഷ്യൽ കോർട്ടുകളാണ് ട്രിബ്യൂണൽസ്. അതിലെ ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ആ കാര്യങ്ങളെല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞാണ് ഈ ഫിനാൻസ് ആക്ട് 2017 പാസ്സാക്കിയത്. അപ്പൊ ഇതിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലാതെ ഇങ്ങനെ കുറെ മാറ്റേഴ്സ് വന്നു കയറി. അതാണല്ലോ പ്രശ്നം. അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാവണമെങ്കിൽ രണ്ട് സഭകളുടെയും സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ രണ്ട് സഭകളുടെയും അസന്റ് വേണം. പക്ഷേ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 109 പറഞ്ഞിട്ടുണ്ട് ഒരു സഭയുടെ മാത്രം അസന്റോട് കൂടിയും ഇന്ത്യയുടെ നിയമം പാസ്സാക്കാം. അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 109 എന്താ മണി ബിൽസ് ആണെന്നുണ്ടെങ്കിൽ ആ നിയമം പാസ്സാവാൻ ലോക്സഭയുടെ മാത്രം അസന്റ് മതി എന്ന് പറഞ്ഞെങ്കിൽ ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ല്. അതിന് തൊട്ട് മുമ്പുള്ള ആർട്ടിക്കിൾ 109 മണി ബില്ല് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സഭയുടെ അസന്റ് വേണ്ടെന്ന് പറഞ്ഞേക്കണം. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 110 ഞാൻ പറഞ്ഞ മണി ബില്ലിനെ കുറിച്ചാണ്. അതിൽ 110 എന്ന് പറയുന്ന ഇതിന്റെ അകത്തോട് പറഞ്ഞിരുന്നത് മണി ബില്ല് എന്താണെന്ന്. It details a list of subjects including the imposition or abolition of a tax, the regulation of the borrowing of money, the appropriation of cash out of the consolidated fund of India, and any matter incidental to the specified subjects. ഇത്രയും കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിലാണ് അതിനെ മണി ബില്ലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോ ഇനി ആർട്ടിക്കിൾ 110(3) പറയുന്നുണ്ട് സ്പീക്കറാണ് ഒരു ബില്ലിന് മണി ബില്ലാണോ അല്ലയോ എന്ന് പറയേണ്ടത്. അത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ 110(3) ആണ് സ്പീക്കറിന് പവർ കൊടുക്കുന്നത്. 110(1) പറയുന്നു ഏതിനെയൊക്കെ മണി ബില്ലായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന്. 109 പറയുന്നു മണി ബില്ല് പാസ്സാവുന്ന ലോക്സഭയിൽ മാത്രം പാസ്സായാൽ മതി. ഓക്കെ. അപ്പോ സാധാരണ ഫിനാൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഗവൺമെന്റിന്റെ ഫിസിക്കൽ പ്ലാൻസുകളെ കുറിച്ചൊക്കെ പറയുന്ന ആക്ട് ബിഗിനിങ് ഓഫ് ദി ഇയർ നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞാണ് ഫിനാൻസ് ആക്ട് പാസ്സാക്കുന്നത്. ഓക്കെ. പക്ഷെ അതിൻ്റെ അകത്ത് ഈ ട്രിബ്യൂണൽസ് അതിന്റെ ഫംഗ്ഷനിങ് അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോസസ്സുകളൊക്കെ ഉൾപ്പെടുത്തിയ ഫിനാൻസ് ആക്ട് പാസ്സാക്കുമ്പം ആക്ച്വലി ഈ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്ന സംഭവത്തിന്റെ അകത്ത് സ്വീപ്പിംഗ് ചേഞ്ചസ് ആ കൊണ്ടുവന്നത്. അപ്പം മണി ബില്ലിന്റെ അകത്ത് വന്നുകൂടാത്ത കുറെ സബ്ജക്റ്റുകൾ അതിന്റെ അകത്ത് കയറി. അപ്പോ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ആണ് ഈ ഇടയ്ക്ക് അവര് വിധിച്ചത്. അതിനൊരു പറയുന്ന കാര്യം എന്ന് വെച്ചാല് ഈ ട്രിബ്യൂണലിൽ ഉള്ള ജഡ്ജിമാരുണ്ടല്ലോ അവരുടെ സാലറി മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതിന്റെ അകത്ത് ഈ ഫിനാൻസ് ആക്ട് 2007 പറയുന്നത് അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നല്ലേ സാലറി കൊടുക്കുന്നത്. അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് ആയതുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട റെഫറൻസ് ആ ബില്ലിന്റെ അകത്ത് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിനെ മണി ബില്ലായിട്ട് ഗവൺമെന്റ് അങ്ങനെ തന്നെയാണ് അതിന് റീസണിങ് കൊടുത്തത്. അപ്പൊ അവരത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തതിലൊരു തെറ്റാണ്. ഇപ്പം വീണ്ടും അത് റിവ്യൂ ചെയ്യാൻ പോണ കാര്യം. അതില് ഇത് മാത്രമല്ല, മറ്റ് വളരെ വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പല
മേഖലകളിലേക്കുള്ള എൻക്രോച്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മണി ബില്ലിന്റെ അകത്ത് വന്നുകൂടാൻ പാടില്ലാത്ത പല കാര്യങ്ങളിലേക്കുള്ള എൻക്രോച്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അന്ന് ആ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വരുന്ന സമയത്ത് അന്ന് ഡിസെൻഡിങ് വോയിസ് എഴുതിയ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഇപ്പോഴത്തെ ഹെഡ്. അതുകൊണ്ടാണ് ഈ റിവ്യൂവിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. അദ്ദേഹം ചിലപ്പോൾ, പക്ഷെ എന്ന് കരുതി ആ ബെഞ്ചിലുള്ള മറ്റാൾക്കാരും മെജോറിറ്റി ഗവൺമെന്റിന് അനുകൂലമായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ ചന്ദ്രചൂഡിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ. ഓക്കെ, അപ്പൊ ഇത് അതുപോലെ ആധാർ ആക്ട് ചലഞ്ച് ചെയ്യപ്പെട്ടു 2018 KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ആധാർ ആക്ട് ചലഞ്ച് ചെയ്യപ്പെട്ടു. അന്ന് ആധാർ ആക്ട് ചലഞ്ച് ചെയ്യപ്പെട്ടപ്പോഴും ഗവൺമെന്റിന് അനുകൂലമായിട്ടാണ് അവർ വിധിച്ചത്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ആധാർ ആക്ട് മുഖേന സബ്സിഡീസും ബെനിഫിറ്റ്സും മറ്റ് സർവീസസ് ഒക്കെ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതും എവിടെ നിന്നാ പോകുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാ പോകുന്നത്. അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ പോകുന്നത് ആയതുകൊണ്ട് അത് മണി ബില്ലാക്കാൻ പറ്റും. മണി ബിൽ എന്ന് പറയുന്നതിന്റെ അകത്ത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അത് മണി ബില്ലാക്കാന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ, ആർട്ടിക്കിൾ 110(1)ല്. അപ്പൊ ഇവിടെയും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ഈ സബ്സിഡീസ് മറ്റ് ബെനിഫിറ്റ്സും ഒക്കെ ആധാർ വഴി ലിങ്ക് ചെയ്ത് ജനങ്ങളിലേക്ക് പോകുന്ന എന്നുള്ളതുകൊണ്ട് ആധാർ ആക്ടിനെ മണി ബില്ലായിട്ട് എടുക്കുന്നതിന് തെറ്റില്ല എന്നാണ് അന്ന് 2018 പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഈ ആധാർ ആക്ടിന് ചലഞ്ച് ചെയ്തപ്പോഴും ഗവൺമെന്റ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആധാർ എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ബയോമെട്രിക് ഡേറ്റ കളക്ട് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതൊന്നും യഥാർത്ഥ മണി ബില്ലിന്റെ പരിധിയിൽ വരുന്നതല്ല. ജസ്റ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് ഒരു ബന്ധം ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം അതിന്റെ വെളിയിലുള്ള ഒരു ആംബിറ്റിൽ വരുന്ന കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത് പാസ്സാക്കാൻ പറ്റുന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതൊക്കെയാണ് പ്രശ്നം. പിന്നീട് ഇതേപോലെ ഫിനാൻസ് ആക്ട് 2019, ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻസ് ആക്ട് 2017 കുറിച്ചാണ്. 2019 ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ 2019 ഫിനാൻസ് ആക്ടിൽ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പ്ലാൻസ് ഒക്കെ പാസ്സാക്കിയോടൊപ്പം തന്നെ PMLA ആക്ടിനെ അമെൻഡ് ചെയ്തു. PMLA ആക്ട് ഞാൻ നിങ്ങളെ പലതവണ പറഞ്ഞില്ല, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിനെ അമെൻഡ് ചെയ്തപ്പോൾ EDക്ക് സ്വീപ്പിംഗ് പവേഴ്സ് കിട്ടിയാണ്. EDക്ക് ഭയങ്കര പവർഫുൾ ആവുകയാണ്. അങ്ങനെയാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ യൂസോ മിസ്യൂസോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പവേഴ്സ് കിട്ടിയത്. അപ്പം അതും ഫിനാൻസ് ആക്ട് 2019 കൂടെ പാസ്സാവാൻ പാടില്ലാത്തായിരുന്നു. അപ്പൊ അതിനെ ഒരു മണി ബില്ലായിട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് രാജ്യസഭയെ ബൈപ്പാസ് ചെയ്യായിരുന്നു. അപ്പൊ ഇതാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ 7 ജഡ്ജ് ബെഞ്ച് ഇപ്പൊ പരിഗണിക്കാൻ പോണത്. അപ്പൊ അതിന്റെ വിധി വരും. വിധി വന്നാൽ അതിന്റെ ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ് ആയിരിക്കും. ഗവൺമെന്റിന് അനുകൂലമായിട്ട് വന്നാൽ ഗവൺമെന്റ് ഇനിയും ഇത്തരത്തിലുള്ള നിയമങ്ങൾ മണി ബില്ലിന്റെ കൂടെ ചേർത്ത് മണി ബില്ലാക്കി അങ്ങ് പാസ്സാക്കി രാജ്യസഭയെ അവർ ബൈപ്പാസ് ചെയ്യുക. എസ്പെഷ്യലി ദ ഗവൺമെന്റ് ഓഫ് ദ ഡേ ഈസ് ലാക്കിംഗ് മെജോറിറ്റി ഈവൻ ഇൻ ലോക്സഭ ഓൾസോ. സോ അവർ അങ്ങനെ തന്നെ ചെയ്യാനേ സാധ്യതയുള്ളൂ. പക്ഷേ അപ്പം ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിലോ, ഗവൺമെന്റ് എതിരായിട്ടാണ് വിധി വരുന്നതെങ്കിലോ പല നിയമങ്ങളും വീണ്ടും ഇന്ത്യയിൽ ചിലപ്പോൾ പാസ്സാക്കി എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. കാര്യം പല നിയമങ്ങളും അവർ അങ്ങനെയല്ലേ പാസ്സാക്കിക്കുന്നത് മണി ബില്ലായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ പ്രൊപ്പല്ലിംഗ് ദ UK ഇന്ത്യ സ്റ്റോറി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇത് UK ഇന്ത്യ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ എൻഹാൻസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. UK ഇന്ത്യയുടെ ഒരു വലിയ പാർട്ട്ണറാണ്. ട്രേഡ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് പാർട്ട്ണർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യക്കും UKക്കും ഇടയിൽ വലിയ ട്രേഡ് ഒന്നും നടക്കുന്നില്ല. പിന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഇന്ത്യയും UKയും തമ്മിൽ. പിന്നെ ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് പഠിക്കാനും ജോലിക്കും ഒക്കെ വിസ കൊടുക്കുന്ന ഒരു രാജ്യം. അപ്പൊ ഒരു എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡർ ആണ് UK ഇന്ത്യക്ക്. അപ്പൊ UK ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നു. ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ. ലേബർ പാർട്ടിയുടെ പുതിയ ചീഫ് പ്രൈം മിനിസ്റ്ററുടെ പേരെന്താണ്? കീർ സ്റ്റാമർ. ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടില്ലാണ്. അതാ ഇവിടെ ഉണ്ട്, KEIR, കീർ സ്റ്റാമർ. അപ്പം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യ UK റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഇദ്ദേഹം ഇത് എഴുതിയേക്കുന്നത്, റിച്ചാർഡ് മക്കുളം എന്ന് പറയുന്ന ആള്. അപ്പോ ഇന്ത്യക്കും UKക്കും ഇടയിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു FTA ആയിരിക്കും. എന്താണ് FTA? അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടാണ്. ഋഷി സുനാഗ് UKയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഋഷി സുനാഗ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ടും നടക്കാതെ പോയതാണ് ഇതുവരെയും. പക്ഷേ ഇറ്റ് ഈസ് ഓൺ ദ വെർജ് ഓഫ് ഫൈനലൈസേഷൻ ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഹാവ് ബീൻ സോർട്ടഡ് ഔട്ട്. ഇൻ സം small differences are there that can be easily sorted out if the two governments shows the political will to sort it out.
അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും UK ഇന്ത്യ FTA, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്ര വ്യാപാര കരാർ. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ബാരിയേഴ്സും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ട്രേഡ് നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന സംഭവമാണ് FTA. സ്വാഭാവികമായിട്ട് അത് രണ്ട് രാജ്യങ്ങളുടെ ഇടയിലെ ട്രേഡ് ബൂസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കും. അപ്പൊ ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അതിനെ കുറിച്ച് ഈ പറയുന്നത്, അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ള ഇതിപ്പോ ഡിസ്കസ് ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല, ഇത് ഇന്ത്യ UK റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ലോകത്തിലെ 5th ലാർജസ്റ്റ് എക്കോണമിയും 6th ലാർജസ്റ്റ് എക്കോണമിയാണ് ഇന്ത്യയും UKയും. ഇന്ത്യ 5th UK 6th ആണ്. അപ്പം ഈ രണ്ട് രാജ്യങ്ങളും ലോകത്തിൽ പണ്ട് തൊട്ടേ നല്ല റിലേഷൻഷിപ്പ് പുലർത്തുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ആകുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അത് ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം ഇന്ത്യക്ക് UKക്ക് ഇടയിലുള്ള ഇപ്പോഴത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ 39 ബില്യൺ പൗണ്ടാണ് 2023. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഈ 39 ബില്യൺ പൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല, അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആണ്. UK അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇന്ത്യയുടെ ഒരു ആദ്യത്തെ 5 ട്രേഡ് പാർട്ട്നേഴ്സിൽ ഒന്നായിട്ട് വരും UK. അപ്പോൾ 2030 റോഡ് മാപ്പ് ഫോർ ട്രേഡും ഓൾറെഡി നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ 2047 എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ UKയുടെ ഇന്ത്യയുടെ ഇടയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലെവലുള്ള പാർട്ണർഷിപ്പിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയും UKയും ചേർന്ന് മലേറിയക്കുള്ള വാക്സിൻ മുമ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള ജോയിന്റ് പാർട്ണർഷിപ്പുകൾ, എസ്പെഷ്യലി ഇന്നവേഷൻ, റിസർച്ച്, ഈ ഫീൽഡുകളിൽ സുഖമായിട്ട് രണ്ട് രാജ്യങ്ങൾക്കും കൂടെ ചേർന്ന് നടപ്പാക്കാൻ പറ്റും എന്നും ഇതിൽ പറയുന്നുണ്ട്. ഒരുപാട് മരുന്നുകളുടെ ക്ലിനിക്കൽ ട്രയൽസ് UK വിചാരിച്ചാൽ ഇന്ത്യയിൽ നടത്താൻ പറ്റും. അതുപോലെ ഇന്ത്യയുടെ ഇന്നവേഷനിൽ, ടെക്നോളജിയിൽ, ഇതിലെല്ലാം UK ബില്യൺസ് അവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലൈമറ്റ് ആക്ഷന്റെ കാര്യത്തിൽ അതിലൊക്കെ UK ഇന്ത്യക്കാളും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ ക്ലൈമറ്റ് ഫിനാൻസിംഗ് ഒക്കെ ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും UKക്ക്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്കാർ ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെന്റും അതുപോലെ എഡ്യൂക്കേഷനും കൊടുക്കുന്ന രാജ്യമായിട്ട് UK നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ വലിയൊരു എംപ്ലോയർ ആണ് UKയിൽ. മെയിൻലി ടാറ്റ പോലുള്ള കമ്പനികളിൽ ലക്ഷക്കണക്കിന് UK-ക്കാരാണ്. TCS, ടാറ്റ സ്റ്റീൽ, ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ പോലുള്ള കമ്പനികളിൽ കൂടെ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് ജോലി എടുക്കുന്നത്. മെയിൻലി ടാറ്റയാണ് ഏറ്റവും വലിയ ഒരു എംപ്ലോയർ ഇൻ UK എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ 8 ലക്ഷം പേര് ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. UK-ക്കാരും ഇന്ത്യക്കാരുമായിട്ട് നമ്മൾ രണ്ടുപേരും എംപ്ലോയ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ ഒരുപാട് FDI UK-ലും ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്കോപ്പ് ഇനിയും കൂടുതലാണ്. ലാസ്റ്റ് ഒരു വർഷം മാത്രം 3,50,000 വിസ ഇന്ത്യക്കാർക്ക് ജോലി വിസയായിട്ടും എഡ്യൂക്കേഷൻ വിസയായിട്ടും ഡിപ്പെൻഡന്റ് വിസയായിട്ട്, അതായത് ഇപ്പൊ ഞാനിപ്പോ UK-യിലാണ് താമസിക്കുന്നത്, എന്റെ മോനെ നോക്കാനോ മോളെ നോക്കാനോ ഒക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ വരാം, അങ്ങനെയും വിസ അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിൽ അവര് അതുപോലെ ഭാര്യയ്ക്കും ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഡിപ്പെൻഡന്റ് വിസ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇന്ത്യക്ക് UK-ക്ക് ഇടയിലുള്ള പ്രധാനപ്പെട്ട കുറെ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ ഫർദർ ആയിട്ട് ഉണ്ടാവേണ്ട ബൂസ്റ്റിനെ കുറിച്ചാണ്. പിന്നെ ഡിഫൻസിന്റെ ഇന്ത്യയുടെ ഒരു സ്ട്രോങ് സപ്ലയർ ആയിരുന്നു UK. പക്ഷെ ഇപ്പൊ ഇന്ത്യയുടെ ഡിഫൻസിന്റെ ഒരു 2.5% മാർക്കറ്റ് ഷെയർ മാത്രമേ UK-ക്ക് ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു സ്കോപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇന്ത്യ ഇപ്പം ആത്മനിർഭരത നേടിക്കൊണ്ടിരിക്കുകയാണ് ഡിഫൻസിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ കൂടുതൽ ഇപ്പൊ ശ്രദ്ധിക്കുന്ന എക്സ്പോർട്ടിലാണ്. ഇമ്പോർട്ട് എന്ന് പറയുന്ന സംഭവം പക്ഷെ അതിൽ നമ്മൾ ക്രിട്ടിക്കൽ ടെക്നോളജി മറ്റു രാജ്യങ്ങളിൽ നിന്ന് അക്വയർ ചെയ്തിട്ട് ഇവിടെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ICT എന്ന് പറഞ്ഞൊക്കെ അമേരിക്കയായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിട്ടിക്കൽ ടെക്നോളജി ഇന്ത്യയിൽ അക്വയർ ചെയ്യാൻ. ഇതേ ക്രിട്ടിക്കൽ ടെക്നോളജീസ് ബ്രിട്ടനുണ്ട്. അപ്പൊ നമുക്ക് അവരുമായിട്ട് ഇത്തരത്തിലുള്ള എഗ്രിമെന്റ്സ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ത്യ UK റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ എല്ലാ ഫ്രൈഡേയും പോലെ ഫ്രൈഡേയിലും ഓരോ ദിവസവും ഹിന്ദുവിനൊരു പാറ്റേൺ ഉണ്ട്. സാറ്റർഡേ നാളെ ടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റ് പേജ് ഒന്നും കാണത്തില്ല. OPED പേജ്, ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് കാണത്തില്ല. എഡിറ്റോറിയൽ പേജിൽ മാത്രം 2 എഡിറ്റോറിയൽസും കാണും, 2 ആർട്ടിക്കിൾസും കാണും. ഫ്രൈഡേയിൽ ഇങ്ങനെയാണ്. സെക്കൻഡ് ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിൽ ഇതാണ്. ഇതുപോലെ ഈസ് ദ സെന്റർ ബീങ് ഇൻക്വിറ്റേഴ്സ് ഇൻ സ്റ്റേറ്റ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ആയിരിക്കും. ഇതുപോലെ ഓരോരോ മാറ്റർ എടുത്തിട്ട് അവർ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ 2 ആൾക്കാർ അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ ഇവർ ഡിസ്കസ് ചെയ്തേക്കുന്നത് ബഡ്ജറ്റിൽ ചില സ്റ്റേറ്റുകളെ ഫേവർ ചെയ്യും, ഒപ്പോസിഷൻ റൂളിന്റെ സ്റ്റേറ്റുകളെ പിന്നീട് ഡിസ്റിഗാർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടോ, ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുന്ന കാര്യത്തിൽ സ്റ്റേറ്റുകൾക്ക് ഇടയിലൊരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണോ നടക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു പരിശോധനയാണ്. ഈ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതിന്റെ ആൻസർ ഇവർ രണ്ടുപേരും പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ നിതി ആയോഗിന്റെ റിലവൻസിനെ കുറിച്ചൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. നിതി ആയോഗ് നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന നിതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനേക്കാൾ ഇഫക്റ്റീവ് ആണോ അതോ നിതി ആയോഗിന്റെ ഒരു പ്രവർത്തനം
ഇതുപോലെ അല്ലാതെ മാറ്റി മറിക്കേണ്ടതുണ്ടോ, അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. നീതി ആയോഗിന്റെ എക്സ്പാൻഷൻ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പിന്നെ അതിനടുത്ത പേജ് പോകുന്നത് റിലവൻസ് ഓഫ് പമ്പ്ഡ് സ്റ്റോറേജ് വേണം. ഓൺ ഇലക്ഷൻ ഓഫ് ദ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഇപ്പൊ ആരാണ്? ഉർസുല വോണ്ടർ ലെയൻ. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ. ഈ യൂറോപ്യൻ പാർലമെന്റിനെ നിയന്ത്രിക്കുന്നത് യൂറോപ്യൻ കമ്മീഷന്റെ ഹെഡാണ്. ഉർസുല വോണ്ടർ ലെയൻ ആണ് അതിന്റെ ഹെഡ്. ഇപ്പോഴും മുമ്പും അവർ തന്നെയായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് അവിടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള ഇലക്ഷനിൽ ഇപ്പൊ അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. യൂറോപ്യൻ പാർലമെന്റ് ഒക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം? യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. യൂറോപ്യൻ യൂണിയൻ എവിടെയാണ്? ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസിലാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന ഒരു റീജിയണൽ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മറ്റ് ന്യൂസുകളിലേക്ക് പോകണം. മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ മുഴുവൻ എബവ് നോർമൽ മൺസൂൺ ഈ മാസം ഉണ്ടാവാൻ പോണെന്നാണ് ഇപ്പൊ IMDയുടെ പ്രഡിക്ഷൻ. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് വയനാട്ടിലും കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലും മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ. കണ്ടില്ലേ ഒരു ന്യൂസ്? ഹിമാചൽ പ്രദേശിൽ ഇന്നലെ ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടായി. മേഘവിസ്ഫോടനം എന്ന് മലയാളത്തിൽ പറയും. 4 പേര് മരിച്ചു. അവിടെ റെക്കറിംഗ് ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ഉത്തരാഖണ്ഡില് ഹെവി റെയിൻ മൂലം 14 പേര് മരിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്ത്യയുടെ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ, ISR ആണ് അറ്റ്ലസ് പ്രിപ്പയർ ചെയ്യുന്നത്, ലാൻഡ് സ്ലൈഡ് ഇൻസിഡൻസിന്റെ അറ്റ്ലസിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് രുദ്രപ്രയാഗ് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇന്നലെ കണ്ടോ 14 പേരാണ് മഴ. അപ്പൊ ഇതാണ് മഴക്കെടുതികളാണ്. പിന്നെ ഇന്ത്യ ബിലീവ്സ് ഇൻ ഡെവലപ്മെന്റ് നോട്ട് എക്സ്പാൻഷൻ ഇറ്റ്സ് എ മോഡി എന്നൊരു ന്യൂസ് കാണാം. ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ കാര്യം വിയറ്റ്നാമിന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റാണ്. വിയറ്റ്നാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, അതിവേഗതയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ടൊക്കെ ഇന്ത്യ വളരാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ചലഞ്ചർ വിയറ്റ്നാമാണ്. ആക്ച്വലി വിയറ്റ്നാം ഈസ് പ്രൊവൈഡിങ് too much of comforts to the investors by simplifying their policies there. അപ്പൊ അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ആ വിയറ്റ്നാം ചൈനയുമായിട്ട് ഓപ്പൺ കൺഫ്രണ്ടേഷനാണ്. എസ്പെഷ്യലി ഈസ്റ്റ് ചൈന സീ, സൗത്ത് ചൈന സീയിലേക്ക് ചൈനയുടെ ആക്ടിവിറ്റീസിന്റെ ഒക്കെ പേരിൽ. മറ്റ് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ അവർക്കുണ്ട്. ഇതൊക്കെ ഈ ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ ചൈനയായിട്ട് പ്രശ്നത്തിലാണ്. അപ്പൊ ഇന്ത്യ സന്ദർശിക്കാൻ പ്രൈം മിനിസ്റ്റർ വന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ എഴുതിയിടാം. ഫാം മിൻ ചിൻ എന്നാണ്. PHAMMINCHCHINH. ഫാം മിൻ ചിൻ. അപ്പൊ ഈ വിയറ്റ്നാം പ്രസിഡന്റ്, പ്രസിഡന്റ് ഉണ്ട് അവർക്ക്. പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നപ്പോൾ മോദി ചൈനയെ ഇൻഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കണ്ടോ? ഇന്ത്യ ബിലീവ്സ് ഇൻ ഡെവലപ്മെന്റ് നോട്ട് എക്സ്പാൻഷനിസം. എക്സ്പാൻഷനിസം ചൈനയുടെ ഒരു പോളിസി ആയിട്ടാണ് ഇപ്പൊ പൊതുവെ കരുതപ്പെടുന്നത്. സൗത്ത് ചൈന സീയിലൊക്കെ മറ്റ് രാജ്യങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവിടേക്ക് ഒരു എക്സ്പാൻഷനിസ്റ്റ് ഫോഴ്സ് ആയിട്ടാണ് ചൈന ആക്ട് ചെയ്യുന്നത്. അപ്പം ചൈനയുടെ അടുത്ത് കിടക്കുന്ന ഈ വിയറ്റ്നാമിന് ചൈനയെക്കാളും വിശ്വസിക്കാവുന്ന സുഹൃത്ത് ഇന്ത്യ ആയിരിക്കും എന്നുള്ള മെസ്സേജിംഗ് ആണ് ഇന്ത്യ കൊടുക്കുന്നത്. ഓക്കെ, വിയറ്റ്നാമിന്റെ ക്യാപിറ്റല് ഹോച്ചിമിൻ സിറ്റി ആണെന്നാണ് എന്റെ വിശ്വാസം. നോക്കിക്കോളാം. വിയറ്റ്നാമിന്റെ ഹോച്ചിമിൻ എന്ന് പറഞ്ഞാണ് വിയറ്റ്നാമിന്റെ ഏറ്റവും വലിയ ലീഡർ. അദ്ദേഹത്തിന്റെ പേരില്ല ഹോച്ചിമിൻ സിറ്റി. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സിറ്റി ഹാനോയ് ആണ്. ഹാനോയ്. ഇതിൽ ഏതോ ഒരെണ്ണമാണ് ക്യാപിറ്റൽ. നോക്കിക്കോളാം. ഹോച്ചിമിൻ സിറ്റി അല്ലെ ഹാനോയ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബിൽ ടേബിൾഡ് ഇൻ ലോക്സഭ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം നിത്യാനന്ദ റായ് ഓൺ തേഴ്സ്ഡേ ഇൻട്രൊഡ്യൂസ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻഡ്മെന്റ് ബിൽ 2024. എന്താണെന്ന് നോക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻഡ്മെന്റ് ബിൽ 2024 എന്തിനാ കൊണ്ടുവന്ന? ദ ബിൽ സീക്സ് ടു ക്രിയേറ്റ് എ ഡിസാസ്റ്റർ ഡാറ്റാബേസ് അറ്റ് നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഇന്ത്യയിൽ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒരു ഡിസാസ്റ്റർ ഡാറ്റാബേസ്, ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ടല്ലോ, NCRB, ഇവരുടെ പരിപാടി എന്താണ്? ഇതേപോലെ ഒരു സംഭവമാണ്. ഡേറ്റ കളക്ഷൻ ആണ്. ഇന്ത്യയിൽ നടക്കുന്ന ക്രൈംസിന്റെ എല്ലാം ഡേറ്റ കളക്ഷൻ മെയിൻലി NCRB ചെയ്യുന്നത്. അതിന്റെ സ്റ്റേറ്റ് ലെവൽ വെർഷൻ ഉണ്ട് SCRB, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ക്രൈം റെക്കോർഡ് ചെയ്യാണ്. ആ പറഞ്ഞ പോലെ ഒരു ഡിസാസ്റ്റർ ഡേറ്റാബേസ് നാഷണൽ ലെവലിൽ ഉണ്ടാക്കുക, പ്ലസ് സ്റ്റേറ്റ് ലെവലിലും ഉണ്ടാക്കുക, NCRB SCRB പോലെ. അതാണ് ഒരു മെയിൻ ലക്ഷ്യം. രണ്ടാമത്തെ, ആൻഡ് മേക്ക് പ്രൊവിഷൻ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഒരു അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കുക ഓരോ സ്റ്റേറ്റിനെയും ക്യാപിറ്റലിലും അതുപോലെ ലാർജ് സിറ്റീസ് ഹാവിംഗ് മുനിസിപ്പൽ കോർപ്പറേഷൻസിലും. അപ്പൊ എന്താണ്? നല്ലതല്ലേ? അപ്പൊ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇപ്പൊ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തില്
തിരുവനന്തപുരത്ത് കാണും, കൊച്ചിയിൽ കാണും, വലിയ സിറ്റികളിലെല്ലാം കാണും. അപ്പൊ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള വയനാട് പോലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ പണ്ടേ ചെയ്യേണ്ടായിരുന്നു. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെന്റ്മെന്റ് ബിൽ 2024 ഉദ്ദേശം ഡിസാസ്റ്റർ ഡേറ്റാബേസ് നാഷണലിലും ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉണ്ടാക്കുക, പിന്നെ അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കുക. ഓക്കെ. പിന്നെ ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വലിയ ന്യൂസ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഡിസ്കസ് ചെയ്തോളാം. എന്റെ കുറെ കാലത്ത് ഒരു വലിയ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമായിരുന്നത്. അപ്പൊ ഞാൻ പറയാം, അത് നിൽക്കട്ടെ. അല്ലെ ഇപ്പൊ അങ്ങ് പറഞ്ഞു പോവാം. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഗ്രൂപ്പില് നമുക്കറിയാം, ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റില് ഇപ്പൊ എന്റെ കൂടെ എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ ഫ്രണ്ടിന്റെ മുഖം ഓർമ്മയുണ്ട്. അവൻ ഇതങ്ങനെ കാണുകയാണെങ്കിൽ എന്നെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കുമെന്തോ. അതായത് അവന്റെ അച്ഛൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങനെ എന്തോ ആയിരുന്നു, അമ്മ കോളേജ് പ്രൊഫസറും ആയിരുന്നു. പക്ഷെ അവന് SC റിസർവേഷനും മറ്റേ മാസം തോറും കിട്ടുന്ന ഗ്രാൻഡും ഒക്കെ കിട്ടുമായിരുന്നു. അതേ സമയത്ത് വളരെ പാവപ്പെട്ട എന്റെ വീടിനൊക്കെ അടുത്തുള്ള കിളയ്ക്കാൻ പോകുന്ന ആൾക്കാരുടെ മക്കൾക്കും ഇതേ റിസർവേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടത്തില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ എന്റെ സുഹൃത്ത് സെന്റ് തോമസ് സ്കൂളിലായിരുന്നു പഠിച്ചത്. കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നോടൊപ്പമായിരുന്നു പഠിച്ചത്. അവന്റെ സിസ്റ്റർ പഠിച്ചത് CET ട്രിവാൻഡ്രം CET എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു സാഹചര്യം കിട്ടും. എന്റെ നാട്ടിൻപുറത്തുള്ള നമ്മളെ ഈ SC കമ്മ്യൂണിറ്റിയിലുള്ള പാവപ്പെട്ടവൻ പഠിക്കുന്ന നാട്ടിലെ ലോക്കൽ സ്കൂളിലാണ്. അവന് വേറെ യാതൊരു ബെനിഫിറ്റും ഇല്ല. ഇവര് തമ്മിലാണ് ഒരു പബ്ലിക് എക്സാമിന് കോമ്പീറ്റ് ചെയ്യുന്നത്. സോ ദ വെരി കോൺസെപ്റ്റ് ഓഫ് റിസർവേഷൻ വാസ് ഡിഫീറ്റഡ് ദെയർ. എന്താണ്, മറ്റവന് പാവപ്പെട്ടവന് കിട്ടുന്നില്ല, പണക്കാരൻ ആ റിസർവേഷന്റെ ബെനിഫിറ്റ് കൊണ്ടത്. വൈ? മെയിൻലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ SC കമ്മ്യൂണിറ്റിയിൽ ക്രീമി ലെയർ സംവിധാനമില്ല. ലൈക്ക് OBC-ക്കകത്ത് ക്രീമി ലെയർ സംവിധാനം ഉണ്ട്. 8 lakhs കൂടുതൽ വരുമാനം നമ്മളുടെ പേരൻസിനുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ നോട്ട് ബി എൻടൈറ്റിൽ ഫോർ OBC റിസർവേഷൻ. അതേസമയത്ത് SC റിസർവേഷൻ്റെ അകത്ത് അങ്ങനെ ഇല്ല. അപ്പൊ ഈ പേരന്റിന് 25 ലക്ഷം 1 കോടി രൂപ വരുമാനം ഉണ്ട്. ഇവരിത് പറയുന്നുണ്ട്, ഒരു ജഡ്ജി സുപ്രീം കോടതിയിൽ. IAS കാരനായിട്ടുള്ള പേരൻസ് ഉണ്ട് SC കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക്. എത്രയോ SC ആൾക്കാർ IAS കാരുണ്ട്. അവരുടെ മക്കൾക്ക് SC റിസർവേഷൻ കിട്ടുന്നുണ്ട്. അതേസമയത്ത് ഒരു പൂർ ആയിട്ടുള്ള ആളിന്റെ മോനും ഇത് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവൻ കോമ്പീറ്റ് ചെയ്യാനുള്ളത് മറ്റവന്റെ മക്കളുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതിൽ എപ്പോഴും ഒരു എലീറ്റിസ്റ്റ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ് SC റിസർവേഷൻ. അതിൽ കുറച്ച് ആൾക്കാർ കിടിലാവും, അവർക്ക് തന്നെ എപ്പോഴും റിസർവേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഒക്കെ പണ്ടത്തെ പോലെ, ഈ SC-ക്കകത്തൊരു ബ്രാഹ്മണ ഒരു വിഭാഗം പോലെ ഒരു എലീറ്റിസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ അത് മാറ്റണമെങ്കിൽ ആദ്യം എന്താ വേണം, ക്രീമി ലെയർ കൊണ്ടുവരണം. പക്ഷെ അതിന് ഇപ്പോഴും എതിർത്തേക്കുന്ന വോയിസ് എന്നതിൻ്റെ അകത്ത് ഒരു പ്രാധാന്യം കൂടി. ഈ എതിർത്തേക്കുന്നതിന്റെ പേരുകൾ ഞാൻ നോക്കിയപ്പം UK പഠിക്കുന്ന ഒരുത്തൻ, US പഠിക്കുന്ന ഒരുത്തൻ, ഇന്ത്യയിലെ ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരുത്തൻ, ഈ വെൽ ഓഫ് ആയിട്ടുള്ളവന്മാർ. അല്ലാതെ അവർ തന്നെ പാവപ്പെട്ടവരെ എതിർക്കുമോ? ഇല്ല, അവർക്കാണല്ലോ എന്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. അപ്പൊ അതിനൊന്നും ഒരു പ്രാധാന്യം പത്രങ്ങൾ കൊടുക്കരുത്. ഇനി സബ് കാറ്റഗറൈസേഷൻ SC-യിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്. സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നാൽ ആർക്കെങ്കിലും വല്ല നഷ്ടവും സംഭവിക്കുക. SC-യുടെ റിസർവേഷൻ SC-ക്ക് തന്നെ കിട്ടും. SC-ക്ക് എനിക്ക് വന്ന് 15% കണ്ടാണ് ഇന്ത്യയിൽ റിസർവേഷൻ ഉള്ളത്. അത് അവർക്ക് തന്നെ കിട്ടും. പക്ഷെ അതിൽ സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരുമ്പം അതിന്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് കാണുമല്ലോ SC കമ്മ്യൂണിറ്റിയിൽ, അവർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ. ബാക്കി ഇതുവരെയ്ക്കും റെപ്രസെന്റേഷൻ ഒന്നും കിട്ടാത്ത SC-ക്കകത്തുള്ള തന്നെ ബാക്ക്വേർഡ്നെസ് കൂടുതലുള്ള കമ്മ്യൂണിറ്റീസ് ആണ്. അവർക്ക് കൂടുതൽ കൊടുക്കും. 15% ഒരു വീതം എടുത്ത് ഇപ്പൊ ആ 15% ഹോമോജിനസ്ലി ഡിവൈഡ് ചെയ്തേക്കല്ലേ. അപ്പൊ ഇത് എപ്പോഴും എന്ത് സംഭവിക്കും, ഇതിന്റെ അകത്ത് തന്നെ ഒരു വെൽ ഓഫ് കമ്മ്യൂണിറ്റി കാണും. ഇപ്പം നമ്മളെ OBC-യിൽ കേരളത്തിലെ ഈഴവ മുസ്ലിം കമ്മ്യൂണിറ്റീസ് OBC ആണ്. അവരല്ലേ ഇവിടുത്തെ ഏറ്റവും വെൽ ഓഫ് ആയിട്ടുള്ള OBC കമ്മ്യൂണിറ്റി. ഇതേ സിറ്റുവേഷൻ വരുന്നുണ്ട് SC-യിലും. അപ്പൊ അവിടെ സബ് കാറ്റഗറൈസേഷൻ വേണം. അതൊക്കെയാണ് നല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വലിയ ന്യൂസ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വലിയ ന്യൂസ് ആവും എന്ന് മാത്രമല്ല, വലിയ ഡിസ്കഷൻസ് നടക്കും. ഹിന്ദുവിൽ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് ഇനിയിപ്പോൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. പക്ഷെ ഇത് എത്രത്തോളം ഗവൺമെന്റുകൾ നടപ്പാക്കാൻ തയ്യാറാവുമെന്നാണ് അറിഞ്ഞുകൂടാത്തത്. ഇത് സെൻട്രൽ ലെവലിലല്ല നടപ്പാക്കേണ്ടത്, സ്റ്റേറ്റൊക്കെയാണ് അതിനുള്ള അവകാശം എന്നൊരു സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. അപ്പൊ പലരും ഈ SC റിസർവേഷനിലൊക്കെ തൊടാൻ പഠിക്കും. പക്ഷെ തൊടുന്നതിന് എന്താ പ്രശ്നം? ഇത് റിസർവേഷൻ എടുത്ത് മാറ്റാനല്ലല്ലോ. ഇതിലെ പാവപ്പെട്ടവൻ റിസർവേഷൻ കൊടുക്കാൻ ക്രീമി ലെയർ കൊണ്ടുവരണമെന്നും ഇതിലെ സമ്പന്ന വിഭാഗങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അതിനുവേണ്ടി സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരണമെന്നല്ലേ പറയുന്നുള്ളൂ. അവർക്ക് 15% റിസർവേഷൻ ഉണ്ട്, അത് അത്രയും തന്നെ ഇനിയും കാണും. അതിൽ പാവപ്പെട്ടവർക്കായിരിക്കും എപ്പോഴും കൂടാം. ഓക്കെ. പിന്നെ അടുത്ത പേജ് പോകുമ്പോൾ റെയിൽവേ വിൽ സൂൺ ആഡ് 2500 ജനറൽ കോച്ചസ് സേസ് മിനിസ്റ്റർ. അത് നല്ലൊരു കാര്യം. റെയിൽവേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ജനറൽ കോച്ചുകൾ പുതുതായിട്ട് ഇഷ്ടം പോലെ കൊണ്ടുവരിക. കാര്യം ജനറൽ കോച്ചുകളുടെ അഭാവം മൂലമാണ് പലപ്പോഴും റിസർവേഷൻ കോച്ചുകളിൽ കയറി ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അത് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്.
രണ്ടാമത്തെ കാര്യം കവച്, അതിനെക്കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ട്. കവച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എപ്പോഴും കൊളീഷൻ നടന്നുകൊണ്ടിരിക്കുക, ട്രെയിൻസിന്റെ അതിന്റെ ആന്റി കൊളീഷൻ സംവിധാനം റെയിൽവേ ഡെവലപ്പ് ചെയ്താണ് കവച്. ഇതിന്റെ ഇംപ്ലിമെന്റേഷനും പെട്ടെന്ന് നടത്തണം. പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ അതിനടുത്ത് നമ്മളെ പുതിയ പാർലമെന്റിൽ എന്താ ചോർച്ച വന്നേക്കുന്നത്. പുതിയ പാർലമെന്റിന്റെ ആർക്കിടെക്ടിന്റെ പേര് പഠിച്ചു വെച്ചങ്ങനെ ബിമൽ പട്ടേലാണ്. ബിമൽ പട്ടേൽ. പഴയ പാർലമെന്റ് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതിന്റെ ആർക്കിടെക്ട് ആരായിരുന്നു? എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ആയിരുന്നു. എഡ്വിൻ ലൂട്ടിൻസ് ആൻഡ് ഹെർബർട്ട് ബേക്കർ. അപ്പൊ ഈ ബിമൽ പട്ടേലാണ് ഇപ്പോഴത്തെ ആർക്കിടെക്ട്. പിന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയുടെ ആർമിയുടെ മെഡിക്കൽ സർവീസസിന്റെ ഹെഡ് ആവുന്ന, അതിന് ഡയറക്ടർ ജനറൽ മെഡിക്കൽ സർവീസസ് ഇന്ത്യൻ ആർമിയുടെ, അത് വലിയൊരു പൊസിഷനാണ്. അതാവുന്ന ആദ്യത്തെ വുമൻ ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. ഈ സാധന സക്സേന നായർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഒരു മലയാളിയാണോ നോർത്ത് ഇന്ത്യൻ ആണോ? എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. അവർ യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യൻ ആണ്, അവർ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മലയാളിയാണ്, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് വന്നത്, സാധന സക്സേന നായർ. ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു റീച്ച് അപ് ടു ദ പൊസിഷൻ ഓഫ് ദ ഓഫീസ് ഓഫ് ഡയറക്ടർ ജനറൽ മെഡിക്കൽ സർവീസസ് ആർമി. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അലഹബാദ് ഹൈക്കോർട്ട് റിജക്ട്സ് പ്ലീ ബൈ ഷാഹി ഈദ്ഗാ മോസ്ക് കമ്മിറ്റി. കൃഷ്ണ ജന്മഭൂമി, രാമജന്മഭൂമി അയോധ്യ വിഷയം പോലെ കൃഷ്ണ ജന്മഭൂമി, കൃഷ്ണൻ ജനിച്ചത് മധുരയിലാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പം മധുരയിലെ കൃഷ്ണ ജന്മഭൂമി വിഷയമുണ്ട്. മധുര ബേസ്ഡ് ഷാഹി ഈദ്ഗാ മോസ്ക് എന്ന് പറയുന്ന ഒരു മോസ്ക് ഉണ്ട്. ഈ മോസ്ക് ഇരിക്കുന്നത് കൃഷ്ണ ജന്മഭൂമിയിലാണ് എന്നാണ്, അവിടെ കൃഷ്ണന്റെ ക്ഷേത്രമുണ്ട് എന്നാണ് ഇതിന് ഈ കേസുമായിട്ട് ഉള്ള ഹിന്ദു വിഭാഗം പറയുന്നത്. അപ്പം അവിടെ എന്തൊക്കെയോ സർവേ ഒക്കെ നടത്താൻ ഇപ്പം അലഹബാദ് ഹൈക്കോർട്ട്, ഉത്തർപ്രദേശിലെ ഹൈക്കോർട്ട് അലഹബാദ് ഹൈക്കോർട്ടാണല്ലോ, അവരുടെ വിധിയുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ആണത്. ഓക്കെ, ഇപ്പൊ അവിടെ ഈ കൃഷ്ണ ജന്മഭൂമിയിൽ നിലനിൽക്കുന്നു കരുതുന്ന പള്ളിയുടെ പേര് പഠിച്ചു വെച്ചേക്കണം. ഷാഹി ഈദ്ഗാ മോസ്ക്. ഷാഹി ഈദ്ഗാ മോസ്ക്. ഷാഹി ഈദ്ഗാ മോസ്ക്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ ഇമ്പോർട്ടഡ് ലബോറട്ടറി കെമിക്കൽസിന്റെ മുകളിൽ 150% ടാക്സ് ഗവൺമെന്റ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഏർപ്പെടുത്തിയിരുന്നു. അത് വലിയ വിവാദമായി. അതുകൊണ്ട് വീണ്ടും അത് 10% ആയിട്ട് ഇന്നലെ തന്നെ മാറ്റി കുറച്ചു. കാര്യം ഇമ്പോർട്ടഡ് ലബോറട്ടറി കെമിക്കൽസ് യൂസ് ചെയ്ത് മാത്രമേ ലബോറട്ടറികളിൽ പല പരീക്ഷണങ്ങൾ നടത്താൻ പറ്റൂ. അപ്പൊ പരീക്ഷണങ്ങളെ തകിടം മറിക്കുന്ന ഒരു ബഡ്ജറ്റ് പ്രപ്പോസൽ ആയിപ്പോയി. അതെനിക്ക് ഒരു ടിപ്പോഗ്രാഫിക്കൽ എറർ ആണെന്ന് വരെ സംശയമുണ്ട്, കാര്യം ഇത്രയും കൂട്ടിയതുകൊണ്ടത്. അപ്പൊ അത് എന്തായാലും ഗവൺമെന്റ് വലിച്ചു, വീണ്ടും 10% ആയിട്ട് കുറച്ചു. പിന്നെ ഇന്ത്യയുടെ GST റെസീപ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയതിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസ് ഉണ്ട്. അതൊന്നും നമ്മൾ കാണാതിരിക്കുന്ന വേണ്ട. GST മന്ത്ലി GST കളക്ഷൻ കൂടി പോയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഒരു റീസൺ ഫോർ മെയിൻറ്റെയിനിങ് ദ ഫിസിക്കൽ ഡിസിപ്ലിൻ, ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഒക്കെ 4.9% ഓഫ് GDP ആയിട്ട് കുറയ്ക്കാൻ ഗവൺമെന്റിന് പറ്റുന്നതും 2026 ആകുമ്പോൾ 4.5% ഓഫ് GDP ആയിട്ട് കുറയ്ക്കുന്ന ഗവൺമെന്റിന് കോൺഫിഡൻസ് ഉള്ളത് only because of the fact that our government's coffers are filling fast by collecting more and more income tax and also income tax മാത്രമല്ല more and more direct taxes. അതിലെല്ലാം ഇൻകം ടാക്സും എല്ലാം വരും, പ്ലസ് GST ഇൻഡയറക്ട് ടാക്സ്. GST ഇന്നലെയും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, അതിന്റെ ന്യൂസ് ആണ്. പിന്നെ PMI കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാസ്കോമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാസ്കോം ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ കൂട്ടായ്മയാണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്, നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജില് ഹമാസിന്റെ പൊളിറ്റിക്കൽ ലീഡറായിരുന്ന ഇസ്മായിൽ ഹാനിയയുടെ ഫ്യൂണറലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ടെഹ്റാൻ, അതായത് ഇറാൻ, ഇതിന് പകരം ചോദിക്കുമെന്നും പറഞ്ഞേക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഓൾ ഔട്ട് വാർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ ഈസ് എ പോസിബിലിറ്റി നൗ. അപ്പൊ അത് സംഭവിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഹമാസിന്റെ വേറെ ലീഡറെ ഇന്നലെ ഇസ്രായേൽ കില്ല് ചെയ്യാണ്. പിന്നെ ഞാൻ എന്നും പറയുന്ന നമ്മളുടെ നിക്കോളാസ് മഡൂരോയുടെ വെനിസ്വേലയിലെ പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചുള്ള ന്യൂസ്. ഇതൊക്കെയാണ് ഇന്റർനാഷണൽ പേജിലുള്ളത്. പിന്നെ ഒളിമ്പിക്സിലെ ഇന്ത്യക്ക് 3ാമത്തെ ബ്രോൺസ് മെഡൽ കിട്ടി. എന്നാലും കഴിഞ്ഞ വർഷത്തിന്റെ അത്രയും മെഡൽസ് ഇപ്രാവശ്യം ഇന്ത്യക്ക് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഉറച്ച 2 മെഡലുകൾ നമുക്ക് ഇന്നലെ നഷ്ടപ്പെട്ടു. ഒന്ന് ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് സഖ്യ, അവര് വേൾഡ് നമ്പർ 1 ആയിരുന്നു. അപ്പൊ അവര് മിക്കവാറും ഒക്കെ മെഡലും കൊണ്ടേ തിരിച്ചു വരാറുള്ളൂ. ഇന്നലെ പക്ഷെ ഒരു ക്വാർട്ടർ ഫൈനലിൽ തോറ്റു. ഒരു മാച്ചോട് ജയിച്ചിട്ട് അവർക്ക് മെഡൽ കിട്ടിയത്, അത് പോയി. അതുപോലെ വേൾഡ് ചാമ്പ്യനും കഴിഞ്ഞ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ മെഡലിസ്റ്റും ആയിരുന്ന വുമൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൻ, അവരിന്നലെ
അൺഎക്സ്പെക്ടഡ് ആയിട്ട് തോറ്റു, അല്ലെങ്കിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു അത്. പക്ഷെ വളരെ ആശ്വാസം, കഴിഞ്ഞ തവണ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഷൂട്ടിംഗിൽ നിന്ന് മെഡൽ വല്ലതും ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 3 മെഡൽ നമുക്ക് കിട്ടി ഷൂട്ടിംഗിൽ നിന്ന് മാത്രം. അപ്പൊ ഇനി ബാക്കി ഏത് കിട്ടുമെന്ന് നോക്കാം. അപ്പം സ്വപ്നിൽ കുശാലെ എന്ന് പറയുന്ന ഇന്ത്യൻ യുവാവാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 50 മീറ്റർ എയർ പിസ്റ്റലാണെന്ന് തോന്നുന്നു. അതെ, അതിൽ നമുക്ക് മെഡൽ നേടിത്തന്ന. അപ്പം സ്വപ്നിൽ കുശാലെ എന്നുള്ള പേരും കൂടെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ബാക്കി സ്പോർട്സ് അതുപോലെ PV സിന്ധു പുറത്തായി. ഇനി ആകെപ്പാടെ ലക്ഷ്യ സെൻ മാത്രമാണ് ബാഡ്മിന്റൺ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയുള്ള. ഒരു മാച്ചും കൂടെ ലക്ഷ്യ സെൻ ജയിച്ചാൽ ലക്ഷ്യ സെൻ ഒരു മെഡൽ കിട്ടും, ബ്രോൺസ് മെഡൽ. PV സിന്ധു ഇന്നലെ പുറത്തായി. ഓക്കെ, പിന്നെ വേറെ സ്പോർട്സിലൊന്നും പറയാനില്ല. അൻഷുമാൻ ഗെയ്ക്വാദ് മരിച്ച കാര്യം ഇന്നലെ പറഞ്ഞു, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് ഒക്കെയാണ്, അതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജ് ആണ് സ്വപ്നിൽ കുശാലയുടെ വിജയം 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇവന്റിലുള്ള ബ്രോൺസ്, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. ഞാൻ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റേറ്റ്സ് ക്യാൻ സബ് ക്ലാസിഫൈ സീസ് ഫോർ കോട്ടാസ്, അതാണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഷാഹി ഈദ്ഗാ വിഷയവും ഞാൻ ഡിസ്കസ് ചെയ്തു. പിന്നെ മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകൾ ഉണ്ടാകുന്നു, വേണ്ട, അതിപ്പോ എപ്പോഴും നമ്മൾ വായിക്കുന്ന ന്യൂസുകൾ തന്നെ. പിന്നെ രാജസ്ഥാനിൽ ഉടനെ UCC ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നു. ഇപ്പൊ BJP ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അവിടെ UCC ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും. UCC യൂണിഫോം സിവിൽ കോഡാണ്. ഓൾറെഡി BJP റൂൾഡ് സ്റ്റേറ്റ് ആയ ഉത്തരാഖണ്ഡ് UCC ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 44 ആണ് UCC യൂണിഫോം സിവിൽ കോഡ്. അതായത് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ പോലെ സിവിൽ നിയമങ്ങളും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആക്കും. അതായത് മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഓരോ മതത്തിനും ഓരോരോ നിയമമാണ്. അതും കൂടെ യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് UCC യൂണിഫോം സിവിൽ കോഡ്. അത് ഇപ്പം നിലവിൽ വന്നത് ഉത്തരാഖണ്ഡിലാണ്, അടുത്ത രാജസ്ഥാനിൽ നടപ്പാക്കുമെന്ന് ഒരു പറയാം. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ ആരും ഇപ്പോൾ കമന്റ്സ് ഒന്നും അങ്ങനെ ഇടാറില്ല. മാക്സിമം കമന്റ് ഒക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വീണ്ടും നമുക്ക് നാളെ കാണാം.